ഹജ്ജിന് പോകുന്ന ഓരോ ഹാജിയും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അസ്റാറുൽ ഹജ്ജ്, ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ എന്തിനാണ് ഹജ്ജിനും ഉംറക്കും പോകുന്നത്? തിരിച്ചു വരുമ്പോൾ ഖയൗമി വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കുഞ്ഞിനെ പോലെ ആവാൻ വേണ്ടി, ആ കുഞ്ഞിൻ്റെ മനസ്സ് പോലെ നമ്മുടെ കൽബാകാൻ വേണ്ടിയാണ്. പക്ഷെ അത് ആവണമെങ്കിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ലി സഫാഇൽ ഖൽബി യഅരിഫു അസ്റാർ അൽ ഹജ്ജ്. കൽബ്, ആ കുഞ്ഞിൻ്റെ കൽബ് പോലെ തെളിയണമെങ്കിൽ ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പോഴാണ് ഹജ്ജിൻ്റെ അനുഭൂതി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹജ്ജിൻ്റെ ഓരോ അമലുകൾക്കും അസ്റാറുൽ ഹജ്ജ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതൊരു വല്ലാത്ത ഹജ്ജായി മാറും. ഒറ്റ കാര്യം മാത്രം പറയാം. നമ്മൾ ഉംറയ്ക്ക് വേണ്ടി മീഖാത്തിലേക്ക് പോകുമ്പോൾ, തൻഈമിലേക്കോ അല്ലെങ്കിൽ മറ്റു മീഖാത്തുകളിലേക്കോ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി മീഖാത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്ന ഘട്ടത്തിൽ നമ്മൾ മനസ്സിൽ എന്താണ് കൊണ്ടുവരേണ്ട ഹജ്ജിൻ്റെ സിറ് മഹാന്മാർ പറയുന്നുണ്ട്. ഇഹ്റാമിൻ്റെ നിസ്കാരം നിസ്കരിച്ച് ഇഹ്റാമിൻ്റെ നിയ്യത്ത് ചെയ്ത് തൽബിയത്ത് ചെല്ലുന്ന ഘട്ടത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുമ്പോൾ ലാഘവത്തോടുകൂടെ ചൊല്ലരുത്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ, ഖൽബിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗൗരവം കൊണ്ടുവരണം. ലബ്ബൈക്ക് എന്ന് ചൊല്ലുമ്പോൾ പേടിക്കണം. പടച്ചവനെ, ഞാൻ നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്നോടെങ്ങാനും ലാ ലബ്ബൈക വലാ സഅദൈക്, നിന്റെ ലബ്ബൈക്കിൻ്റെയും സഅദൈക്കയുടെയും ആവശ്യമില്ല, നിനക്ക് ഉത്തരമില്ല, നിനക്ക് വിജയം